കല്യാണം കഴിക്കേണ്ട സമയം. എന്റെ ഭാര്യ എവിടെ? കല്യാണം കഴിച്ചാലേ ഭാര്യ ആവുള്ളൂ. അല്ല, ഭാര്യ ആവാൻ പോകുന്ന കുട്ടി എവിടെ? അടിപൊളിയായിട്ടോ. ഇത് 2025 നടന്നൊരു സംഭവമാണ്. ഇറ്റ് ഹാസ് ബീൻ എ ഹെൽ ഓഫ് എ റൈഡ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പല കാര്യങ്ങളും പാരലായിട്ട് പല കാര്യങ്ങളും നടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു യാത്രയുടെ ഇടയിൽ യാദൃശ്ചികമായിട്ട് ആരതിയുടെ നമ്പർ കിട്ടുന്നത്. ആൾക്ക് കല്യാണപ്രായമായി കുറെ കാലമായി ഞങ്ങൾ പുഷ് ചെയ്യണു. അങ്ങനെ യാദൃശ്ചികമായിട്ട് ഒരു യാത്രയുടെ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രപ്പോസല് കൊടുത്തത്. അപ്പോ ആദ്യം സംസാരിക്കണം എന്ന് പറഞ്ഞു. സംസാരിക്കാൻ വിട്ടുകൊടുത്തു. ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്തു. ഔട്ട് ഓഫ് ബോർഡും ഞാൻ എന്താന്ന് ആരാന്ന് അറിയാണ്ട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു നോക്കിയത്. പക്ഷെ അതൊരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിരുന്നു എന്ന് ഒരു 2 days ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു. അപ്പൊ ഇത് ലെവലും ഓക്കെ ആണ്, ഇതിൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ മുന്നോട്ട് പോവാണ് ഉണ്ടായത്. ഞാൻ സ്റ്റിൽ കൺഫ്യൂഷനിലായിരുന്നു. പക്ഷേ ഒരു വിത്തിൻ 1 or 2 weeks തന്നെ ആള് ഭയങ്കര കംഫർട്ടബിൾ ആക്കി തന്നെ. പിന്നെ എങ്ങനെയെങ്കിലും കണ്ടാൽ മതിയെന്നായി. ഇതിന്റെ ഒരു ഫൺ പാട്ട് എന്തായിരുന്നു വെച്ചാൽ അവൻ ഒരു 6 മാസത്തെ റോഡ് ട്രിപ്പിന് പോയതായിരുന്നു. ആരതിയെ കണ്ടു, ഓക്കെ എന്ന് തീരുമാനിച്ചപ്പോൾ നെക്സ്റ്റ് അവൈലബിൾ ഓപ്പർച്യൂണിറ്റി അവർ പെട്ടിങ് ഇടയ്ക്ക് എടുത്ത് ബൈക്ക് എടുത്ത് തിരിച്ചു വന്നു. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴാ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഫൈനലി ആള് ഫ്ലൈറ്റ് പിടിച്ച് വന്നു, നമ്മൾ കണ്ടു, സെറ്റ്. ആരതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആരതി എപ്പോഴും വെറൈറ്റി ആഗ്രഹിക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യത്തിനും ആരതിക്ക് നല്ല തീരുമാനങ്ങളുണ്ട്, വ്യത്യസ്തമായ നിലപാടുകളുണ്ട്. നിലപാടാണ് ആരതി. ഞാൻ കുറച്ച് പെട്ടെന്ന് ഇമോഷണൽ ആണ്, കുറച്ച് ഹൈ മെയിൻ്റനൻസ് ആണ് ഞാൻ ഇമോഷണലി. സോ അത് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അല്ല, ഈ ചക്കിക്കത്ത് ശങ്കരൻ എന്ന് പറയില്ലേ, എന്താണ് ആരതി അതേപോലെ തന്നെ ചിന്താഗതിയുള്ള ഒരാളാണ് അക്ഷയ്. അപ്പൊ ആ രണ്ടുപേരും കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വൈബ്, ആ രണ്ട് ഫാമിലി. അവര് തമ്മിലുള്ള ഒരു സിങ്ക് ഭയങ്കരമായിരുന്നു. അത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റോ അല്ലെങ്കിൽ ഫസ്റ്റ് മീറ്റിലുള്ളതിന്റെ കറക്റ്റ് അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു.
ആളായിട്ട് ഇത്രയും കോമ്പാറ്റബിൾ ആയിട്ട് എനിക്ക് സംസാരിക്കാനും ഫ്രീ ആയിട്ട് ലിവ് ചെയ്യാനും പറ്റുന്നു എനിക്ക് മനസ്സിലായത്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയൊരു കഥയായിരുന്നു. കർമ്മകാണ്ഡമത കൃഷ്ണുലൈ ഭവ ഗഹനചാരുലൈ. പിന്നെ ഒരു കൂടുതൽ സംസാരിക്കുന്നവരും ഒരേ ഇഷ്ടങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. കർമ്മകാണ്ഡമത കൃഷ്ണുലൈ ഭവ ഗഹനചാരുലൈ കാസി ജണ്ടക കനി മാനവ അവതാരുടൈ കനി മാനവ അവതാരുടൈ. അടിപൊളിയാണ്, നല്ല സ്വഭാവവും. അക്ഷയേട്ടനെ ആദ്യം പരിചയപ്പെട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ഈസി ഗോയിങ് ആളായിട്ടാണ് തോന്നിയത്. എല്ലാവരും പ്ലസന്റ് ആയിട്ട് ജോയ്ഫുൾ ആയിട്ട് നിർത്താൻ ഭയങ്കര മിടുക്കനാണ്. എല്ലാവരെയും നല്ല പ്ലസന്റ് ആയിട്ട് ഹാപ്പി ആക്കി വെക്കും. എനിക്ക് അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഡാൻസ് കളിക്കും, പാട്ട് പാടും, സകലകല വല്ലവയാണ്. കാലങ്ങൾക്ക് ശേഷം ഒരു നല്ലൊരു ദോശ കിട്ടാൻ വേണ്ടി കാത്തുകയായിരുന്നു. അപ്പോൾ ആരതി ദോശ കഴിക്കാൻ വരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ എന്നും പറഞ്ഞ് അവിടുന്ന് ഫ്ലൈറ്റും പിടിച്ച് ഇവിടെ വന്നു. അങ്ങനെ കണ്ടു, ദോശ കഴിച്ചു, പിന്നെ ഉറപ്പിച്ചു, വേറെ ഒന്നും നോക്കിയില്ല. അപ്പോൾ വി ആർ സോ ഹാപ്പി. നമ്മുടെ അനിയൻ, ഞങ്ങളുടെ കസിൻസിൽ 17 കസിൻസിൽ ഏറ്റവും താഴെയുള്ള ആളാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കല്യാണമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാരണങ്ങളുണ്ട്. ഒരു സിമ്പിൾ ഇതായിരുന്നില്ല. എനിക്കൊരു ചാലഞ്ചിങ് കാര്യങ്ങൾ നോക്കണമായിരുന്നു, ഒരു ഫ്രണ്ട്ഷിപ്പ് നോക്കണമായിരുന്നു, എന്നെ നേർച്ചർ ചെയ്യാനും എന്നെ മെച്യൂർ ആക്കാനും പറ്റുന്ന ഒരാൾ നോക്കണമായിരുന്നു. ആൻഡ് ഷി വാസ് ജസ്റ്റ് കംപ്ലീറ്റിംഗ് മീ റൈറ്റ് നൗ. സുന്ദരകാലം ഇനി തവ ജീവനമായി ഋതുശോഭകളോടെ അതിധന്യകളെന്നും ഇനി മണി വീണയുമായി സ്വരവീജികളേകും പതിയേ കാലജാലം കാലം വേഗം തീരാ പൊന്നിൻ താലിപ്പൂവും ചൂടും. ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആണ്. നോ മാറ്റർ വാട്ട്, അത് പാരതിക്കായാലും അങ്ങനെയായിരിക്കും ഉണ്ടാവാൻ പോണേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ നോ ലോങ്കർ സിംഗിൾ. അത് എനി പേഴ്സൺ ലൈഫ് അതൊരു സിഗ്നിഫിക്കൻ്റ് ഡേ ആണ്. പക്ഷേ ഫോർ എസ് ഐ എം ഷുവർ വൺ ഓഫ് ദി ഡേയ്സ് ഓഫ് ദി ബെസ്റ്റ് ഡേയ്സ് ഇൻ ദ ഫ്യൂച്ചർ.
കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണെന്ന് അറിയാം, എന്നാലും ഇറ്റ് വാസ് സോ ഫൺ. ഇറ്റ് ഈസ് സ്റ്റിൽ ഫൺ. ഐ എം ഷുവർ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി മോർ ഫൺ.